നമ്മളെല്ലാവരും വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരാണ്. കാറിലും ബൈക്കിലും ഒക്കെ, പ്രത്യേകിച്ച് ഈ വാഹനത്തിൽ ഓട്ടോകൾ. കാറിൽ പോകുന്ന നേരം നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടും, ബൈക്കിലാണെങ്കിൽ ഹെൽമെറ്റ് വെക്കും, ഇല്ലെങ്കിൽ ക്യാമറ പെറ്റിയടിക്കും. ഓട്ടോയിൽ അങ്ങനെ ഒന്നും തന്നെ വേണ്ട. ഓട്ടോയിൽ പോകുന്നത് എത്രത്തോളം സുരക്ഷിതമാണ്? ലക്ഷക്കണക്കിന് വണ്ടികളാണ് നമ്മുടെ നിരത്തുകളിലൂടെ ദിവസവും കടന്നു പോകുന്നത്. അപകടങ്ങളും ആയിരക്കണക്കിനാണ്. നഷ്ടം എന്നും ജനങ്ങൾക്ക് തന്നെയാണ്. ദിവസവും ഓട്ടോയിൽ കയറുന്ന നമ്മൾ സാധാരണക്കാരുടെ സുരക്ഷയാണ് ഇപ്പോൾ ചോദ്യചിഹ്നമായി നിൽക്കുന്നത്. ഓട്ടോയിൽ ഡോറുമില്ല, സീറ്റ് ബെൽറ്റുമില്ല. 3 പേരെ കൊണ്ടുപോകേണ്ട ഓട്ടോയിൽ പോലും നമ്മൾ ദിനവും 4ഉം 5ഉം പേരെ വെച്ച് കൊണ്ടുപോകുന്നത് സ്ഥിരം കാണുന്ന കാഴ്ചയാണ്. ഇതിന് പ്രായോഗികമായി സർക്കാരിന് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചോദ്യം. നമസ്കാരം. തിരുവനന്തപുരം ആർ ടി ഓഫീസിലെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറാണ് എസ് സുനിൽ. നമ്മുടെ നിരത്തുകളിൽ ധാരാളം വാഹനങ്ങൾ ഇപ്പം ഓടി വരുന്നുണ്ട്. അതിൽ തന്നെ പബ്ലിക് ജനത്തിന്, സാധാരണ ജനങ്ങൾക്ക് കൂടുതൽ ഉപയോഗപ്പെടുന്ന ഒരു വാഹനമാണ് ഓട്ടോറിക്ഷ. ഓട്ടോറിക്ഷയിൽ നമ്മൾ കാണുന്ന ഒരു അപകടത്തിൻ്റെ സാധ്യത കൂടുതൽ കാണുന്നത് ഓവർലോഡിംഗ് ആണ്. നിങ്ങൾക്കറിയാം, 3 പാസഞ്ചറാണ് ഓട്ടോറിക്ഷയിൽ അനുവദിച്ചിട്ടുള്ളത്, പ്ലസ് ഡ്രൈവർ. പലപ്പോഴും 4 പേര് കയറുന്നു, അല്ലെങ്കിൽ 5 പേര് കയറുന്നു, അതിനോട് ഡ്രൈവറിൻ്റെ സീറ്റിലും ആളെ ഇരുത്തി ഓടിക്കുന്നു എന്നുള്ള പ്രോബ്ലംസ് നമ്മൾ കാണാറുണ്ട്. ഇതൊക്കെ തന്നെ അപകടത്തിന് വഴിതിരിക്കുന്ന ഒന്നാണ്. ഓട്ടോറിക്ഷയ്ക്ക് ഓവർലോഡിങ് പറ്റില്ല. അതിൻ്റെ കാരണം ഇതൊരു 3 ചക്രങ്ങളിൽ ഓടുന്ന ഒരു വാഹനമാണ്. അപ്പോൾ അതിൻ്റെ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ പുറകിലത്തേക്കാണ് കൂടുതലുള്ളത്, മുന്നിലത്തേക്കില്ല. അപ്പോൾ പുറകെ ഏരിയയിൽ കൂടുതൽ വെയിറ്റ് കയറി കഴിഞ്ഞാൽ ഇത് വലിയൊരു ടേണിങ് തിരിയുന്ന സമയത്തൊക്കെ അപ്സൈഡ് ഡൗൺ ആയി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഒന്ന് അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മെയിൻ്റനൻസ് ആണ്. സാധാരണ നിങ്ങൾക്കറിയാം, ട്രാൻസ്പോർട്ട് വാഹനങ്ങൾക്ക് 2 വർഷത്തിലൊരിക്കൽ CF ടെസ്റ്റ് എടുക്കണം. അപ്പോൾ ഈ 2 കൊല്ലത്തിനകത്ത് ഈ വരുന്ന കംപ്ലൈൻറ്റുകൾ അശ്രദ്ധമായി പോകുന്നത് കാരണം, അല്ലെങ്കിൽ ടയറിൻ്റെ തേയ്മാനം ശ്രദ്ധിക്കാതെ പോകുന്ന കാരണമുള്ള അപകടങ്ങൾ കൂടുതലാണ്. രേഖകൾ സൂക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് വേറെ ഒരെണ്ണം. അപ്പോൾ ഇൻഷുറൻസിൻ്റെ കാലാവധി കഴിയുന്നു. ഓട്ടോറിക്ഷക്കാർ പൊതുവെ അത് ശ്രദ്ധിക്കുന്നതായി കാണുന്നില്ല. പൊല്യൂഷൻ്റെ കാലാവധി തീരുന്നു, അല്ലെങ്കിൽ പെർമിറ്റിൻ്റെ കാലാവധി തീരുന്നു, CF എടുക്കാനുള്ള ഡേറ്റ് കഴിഞ്ഞു പോകുന്നു. അങ്ങനെയുള്ള പ്രോബ്ലംസ് സാധാരണ കാണുന്നുണ്ട്. ഈ മുച്ചക്ര വാഹനം ആയതുകൊണ്ട് തന്നെ ട്രാഫിക്കിൽ ഈ വാഹനം തിരിഞ്ഞു വരാനായിട്ട് 180 ഡിഗ്രി തിരിഞ്ഞു വരാനായിട്ട് കുറച്ച് സ്ഥലം മതി. സാധാരണ നമ്മൾ നിരത്തുകൾ കാണുന്ന ഒരു പ്രതിഭാസമാണ് വാഹനം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നിന്ന് നിൽപ്പിൽ തന്നെ 180 ഡിഗ്രി തിരിയുന്നു എന്നുള്ളത്. ഇതിൻ്റെ പ്രോബ്ലം പുറകിൽ നിന്ന് വരുന്ന ഒരാളിന് ഈ വാഹനം തിരിയാൻ പോകുന്നു എന്ന് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാനുള്ള സമയം കിട്ടുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ നിരത്തിൽ കാണുന്ന ബഹുഭൂരിപക്ഷം ഓട്ടോറിക്ഷ ആക്സിഡൻറ്റുകളും ഇങ്ങനെ സംഭവിച്ചതാണ്. പരമാവധി ഓട്ടോറിക്ഷയിൽ കയറുന്ന ആൾക്കാർ 3 പേര് കയറുക. അപ്പോൾ അടുത്ത ആളിന് വേണമെന്നുണ്ടെങ്കിൽ അടുത്ത ഓട്ടോറിക്ഷയിൽ വരാനായിട്ട് പറയുന്നതായിരിക്കും നല്ലത്. നമ്മൾ സ്നേഹം കൊണ്ട് അവരെ കൂടെ കൂടുതൽ കയറ്റി കൂടുതൽ അപകടത്തിലേക്ക് വഴിതെളിക്കാതിരിക്കുന്നതായിരിക്കും അഭികാമ്യം. ഓട്ടോറിക്ഷയിൽ സുരക്ഷിതത്തിൻ്റെ കാര്യം പറഞ്ഞാൽ പ്രത്യേകിച്ച് നിലവിലുള്ള അവസ്ഥയിൽ നിന്ന് മാറിയുള്ള സുരക്ഷിതത്വം എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് ഡ്രൈവിംഗ് ആണ്. ഏറ്റവും നല്ല സേഫായി ഡ്രൈവ് ചെയ്യുക, അതാണ് ഏറ്റവും നല്ല സുരക്ഷിതത്വം. അല്ലാതെ ഈ മറ്റുള്ള ഈ സീറ്റ് ബെൽറ്റ്, ഹെൽമെറ്റൊക്കെ പ്രായോഗികമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.